മരണശേഷം ആത്മാവ് എല്ലാ ബന്ധങ്ങളിൽ നിന്നും വേർപെട്ട് പരമാത്മാവിൽ ലയിക്കുന്നതിനെയാണ് മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്. ഗംഗാനദി പോലുള്ള അല്ലെങ്കിൽ മറ്റു പാപനാശിനികളിൽ ചിതാഭസ്മം ഒഴുക്കുന്നത് വഴി പരേതന്റെ പാപങ്ങൾ കഴുകിക്കളയപ്പെടുമെന്നും ആത്മാവിന് ജനന മരണ ചക്രങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ദഹന സമയത്ത് ശരീരം അഗ്നിയിലും വായുവിലും ലയിക്കുന്നു. അവശേഷിക്കുന്ന ഭസ്മം ജലത്തിൽ ഒഴുക്കുന്നതിലൂടെ ശരീരം പൂർണ്ണമായും പ്രകൃതിയുടെ ഘടകങ്ങളിലേക്ക് തന്നെ തിരിച്ചു ചേരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മരണപ്പെട്ടയാളുടെ മോക്ഷപ്രാപ്തി അല്ല, അതിന് നിയോഗിക്കപ്പെട്ടവരുടെ അപമൃത്യുവാണ്. നിമിത്തശാസ്ത്രപ്രകാരം അപശകുനമാണല്ലോ കാണുന്നത്. എന്താ? ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ ആരൊക്കെ പോകുന്നെന്നാ പറഞ്ഞത്? വിഷ്ണുവിന്റെ ഭാര്യ, ഒപ്പം കൂടെ പോകുന്നത് വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആളും. ഇതൊരിക്കലും നടക്കരുത്. നിമിത്തശാസ്ത്രം തെറ്റില്ല. കണ്ടില്ലേ വിളക്കിലെ ദീപം കെട്ടുപോയത്? അത് 2 തിരിയും കെട്ടുപോയില്ലേ? യാത്ര പോകുന്നതും 2 പേര്. അതിലൊരാൾ മരണപ്പെട്ടയാളുടെ തുടിക്കുന്ന ഹൃദയവുമായി. മതിയല്ലോ കാരണം. ഇത് നടക്കില്ല. അപ്പൊ രാശിഗ്രഹണാം സർവത്ര ദുർവിജ്ഞേയം ബലാബലം ശകുനേ ജാതസംവാദം രാശിഗ്രഹഫലം സ്ഫുടം. അതായത് രാശികളുടെയും ഗ്രഹങ്ങളുടെയും ബലാബലങ്ങൾ ഗണിച്ചറിഞ്ഞ് ഫലപ്രവചനം നടത്താൻ പ്രയാസമായി വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് നിമിത്തശാസ്ത്രത്തെയാണ്. ആ ശാസ്ത്രമാണ് നമുക്കിവിടെ മുന്നറിയിപ്പ് തന്നിരിക്കുന്നത്. മുന്നിൽ തെളിവ് സഹിതം കാണിച്ചു തന്നില്ലേ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ യാത്ര ഒരിക്കലും നടക്കാൻ പാടില്ല. ഇനി മരിച്ചയാളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയുന്നു, വിഷ്ണു മരിച്ചിട്ടില്ല. ജ്യോതിഷം ശാസ്ത്രമാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സയൻസുമാണ്. ജനനം മുതൽ മരണം വരെ 1 സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശിയാണ് ഹൃദയത്തിനുള്ളതെങ്കിൽ ആ ഹൃദയമാണ് ഇപ്പോൾ മറ്റൊരുത്തന്റെ ശരീരത്തിൽ 1 സെക്കൻഡ് പോലും വ്യത്യാസം വരാതെ ജീവനോടെ തുടിക്കുന്നത്. ആ മരിക്കാത്ത ഹൃദയവും വെച്ചുകൊണ്ട് അയാൾക്ക് എങ്ങനെ ആ ചിതാഭസ്മം ഒഴുക്കാൻ പറ്റും? ഉദാഹരണത്തിന്, എഞ്ചിൻ നിന്നുപോയാലല്ലേ വണ്ടി ഉപേക്ഷിക്കേണ്ടതുള്ളൂ. ഇവിടെ എഞ്ചിൻ നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ തീർത്തു പറയുന്നു, ഇത് നടക്കില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. എന്ത്? വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും, ഉറപ്പ്. അതിനൊരു സംശയവും വേണ്ട. സ്വാമി, എനിക്കാകെ പേടിയാവുക. അവരൊന്നിച്ച് പുറപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ തടയാൻ ശ്രമിക്കുക, അല്ലാതെ യാതൊരു പരിഹാരക്രിയയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അവരുടെ പോക്ക് മൃത്യുവിലേക്കുള്ള പോക്കാ. മൃത്യുവിനെ വരവേൽക്കാനുള്ള പോക്ക്. ദേവി,